ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അപ്പച്ചനും കൊല്ലപ്പള്ളിക്കാരും തമ്മിൽ നടത്തിയ ഒരു രഹസ്യ നീക്കത്തെ പറ്റി നമ്മുടെ സ്റ്റാൻലി അപ്പച്ചനോട് ചോദിക്കുക. അത് കേട്ടപ്പോൾ അപ്പച്ചനൊന്നും ഞെട്ടി. രഹസ്യധാരണയോ? എന്നാത്തിൻ്റെ രഹസ്യധാരണ? നീ എന്നതൊക്കെ ഈ പറയുന്നേ? അപ്പം ഞാൻ വൈജയന്തിയെ കല്യാണം കഴിക്കുന്നത് അപ്പച്ചൻ എതിർപ്പായിരുന്നില്ലേ എന്ന് ചോദിച്ചു. വൈജയന്തിയുടെ വീട്ടുകാർക്കും അത് എതിർപ്പായിരുന്നു. എന്നാൽ രണ്ടു കൂട്ടരും കൂടെ ഒത്തുചേർന്ന് കാരണം ഉണ്ടാക്കിയിട്ടല്ലേ വൈജയന്തിയെ ആഗ്രയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം, എടാ, വൈജയന്തിയുടെ അച്ഛൻ പുനലൂർ വന്നപ്പോഴേ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണോ സ്റ്റാൻലി അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന്. ഞാൻ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കേയില്ല എന്ന് ഞാൻ അന്ന് അയാളോട് പറഞ്ഞു. അതിലിപ്പം എന്നെ അത്ര തെറ്റിയിരിക്കുന്നത്? അതെൻ്റെ നിലപാടാ. അതെ, ഞാൻ ലീവിന് നാട്ടിന് വന്നപ്പോൾ വൈജയന്തി ആഗ്രയിലെ വാടക വീട്ടിൽ തനിച്ചാണെന്നും വൈജയന്തിയുടെ വീട്ടുകാരെ അറിയിച്ചത് അപ്പച്ചനായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അവരെന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു, സ്റ്റാൻലി നാട്ടിൽ വന്നിട്ടുണ്ടോ എന്നാ തിരിച്ചു പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചിന്നമ്മയ്ക്ക് അസുഖം കൂടുതലാ, 2 ആഴ്ചക്കകം അവൻ തിരിച്ചു പോകുമെന്ന്. അപ്പം അതാണോ ഇത്ര വലിയ രഹസ്യധാരണ? വൈജയന്തിയുടെ ആൾക്കാരത് വെറുതെ ചോദിച്ചതായിരുന്നില്ല. കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് ശരിക്കും കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തിട്ടാ അന്ന് അവർ വൈജയന്തിയെ ആഗ്രയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയതെന്ന കാര്യം സ്റ്റാൻലി പറയാം. അതൊന്നും എനിക്കറിയാൻ മേല, ഞാൻ അതിലൊന്നും പങ്കാളിയും അല്ല. എന്ന് മാത്രമല്ല, ആ സമയത്തല്ലേ നീ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ആശുപത്രിയിലൊക്കെ കിടന്നത്? വെന്റിലേറ്ററിലും ICUയിലും ഒക്കെ ആയിട്ട് 3-4 മാസം നീ കിടന്നില്ലേ എന്ന് ചോദിച്ചപ്പം, ആ ആക്സിഡൻറ്റേ വൈജയന്തിയുടെ വീട്ടുകാർ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെങ്കിലോ? അത് ആദ്യം ആർക്കും മനസ്സിലായില്ലായിരുന്നല്ലോ. ഇതൊക്കെ അപ്പച്ചൻ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന ജോർജ് മരണപ്പെടുകയും ചെയ്തു. ഞാനാണെങ്കിൽ കോമയിലും ആയിപ്പോയി. ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയത് അച്ഛൻ കേസിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാത്തത് കൊണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചപ്പം, ലാലിച്ച, ഒന്നാമത് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല, സാക്ഷികളും ആരില്ലാത്ത കേസ്, ഇടിച്ച വണ്ടി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കേസ്. അതിൻ്റെ പുറകെ നടന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾക്കേ നിന്റെ ജീവനായിരുന്നു വലുത്. അത് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കിയത്. ഇപ്പോൾ ഞാനെല്ലാം റിവൈൻഡ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കുമായിരുന്നു അപ്പച്ച. അന്ന് ഉത്തരം കിട്ടാതെ പോയ പല കണക്കുകളും ഇപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ലാലിച്ച, മോനെ, എടാ, നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക്, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് നോക്കണ്ടെന്ന് അപ്പച്ചൻ പറയുമ്പോൾ, എന്നാലും എനിക്കൊരു മകൾ പണ്ട് ജനിച്ചിട്ടുണ്ടെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒക്കെ ഞാൻ അറിയുമ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണെന്ന് ഇങ്ങനെ പറയുകയാണ്. എടാ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അവളൊരു വലിയ പെണ്ണാ, വളർന്ന് വലുതായി കല്യാണപ്രായമായി നിൽക്കുകയാണെന്നും അതൊക്കെ വലിയ ബാധ്യതയാണെന്നും ഈ അപ്പച്ചൻ പറയുന്നു. അടയ്ക്കാണെങ്കിൽ മടക്കി വയ്ക്കാം, ഇത് വലിയ കവുങ്ങ, എവിടെ കൊണ്ട് വയ്ക്കും? ലാലിച്ച, അത് വിട്ടുകള, നീ അത് വേണ്ട എന്നും പറഞ്ഞ് അപ്പച്ചൻ ഇങ്ങനെ ലാലിച്ചനോട് പറയുന്നു. ലാലിച്ചൻ ആ സമയത്ത് അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന രാവിലെ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ അവിടെ ബാലൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോടി കൊച്ചേ എന്ന് ബാലേട്ടൻ പറയുന്നു. ആ സമയത്ത് നമ്മുടെ അലീന പത്രമൊക്കെ ആയിട്ട് ബാലേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ചായ കുടിച്ച് തീർത്തിട്ട് വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു, ഇല്ലെങ്കിലേ ചായ അവിടെ ഇരുന്ന് തണുത്തു പോകുമെന്ന് പറഞ്ഞു അലീന. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ബാലേട്ടൻ വേഗം ചായ മൊത്തം എടുത്ത് കുടിക്കും കേട്ടോ. അച്ഛൻ പറഞ്ഞ കക്ഷിയുടെ കോളൊന്നും വന്നില്ലേ ഇതുവരെ എന്ന് അലീന ചോദിക്കുമ്പോൾ പത്രം എടുത്ത് ഇങ്ങനെ അദ്ദേഹം പിടിച്ചുകൊണ്ട് നിൽക്കാം. എന്നാൽ ഇനി അത് വെയിറ്റ് ചെയ്യണ്ടച്ചാ, വിട്ടേക്കുന്നല്ലേ നല്ലതെന്നൊക്കെ അലീന ചോദിക്കാം. നമ്മളങ്ങനെ പ്രതീക്ഷ കൈവിടാനൊന്നും പാടില്ല. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, സത്യം പറയാമല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ, കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു 50 കിലോ എടുത്ത് വെയിറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സംഗതിയൊന്നും അല്ലല്ലോ, ആണോ? അത് കേട്ടപ്പം ഞാനൊരു കാര്യം അച്ഛനോട് പറയട്ടെ. പറയാൻ പറഞ്ഞു. ഞാൻ കഴക്കൂട്ടത്തെ കോൺവെൻറ്റിലോട്ട് പോട്ടെ, അവിടുത്തെ സിസ്റ്റേഴ്സിന് ആയിട്ടൊരാളെ ആവശ്യമുണ്ടെന്ന് അലീന പറയുമ്പം, അവിടെ നിനക്ക് എന്നാ ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം ശമ്പളം വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, അവിടെ ആരൊക്കെ അറിയാനാ നീ പോണേ? അപ്പം സ്നേഹനികേതനം നടത്തിയിരുന്ന ബിൽഡിങ് കോൺവെൻറ്റിൻ്റേതായിരുന്നല്ലോ, അവിടെ ഇപ്പോൾ ഒരു KG സ്കൂൾ നടത്തുക, LKGയും UKGയും കുറേ കുട്ടികളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. അവരെ നോക്കാൻ ഒരായ വേണമെന്ന്. അപ്പം നീ അവരെ ഫോണിലൊക്കെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ എന്ന് അലീന. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ സംഗതി രണ്ടിലൊന്ന് അറിയട്ടെ, എന്നിട്ട് കഴക്കൂട്ടത്ത് പോകുന്ന കാര്യം ആലോചിക്കാമെന്ന് ബാലൻ. അതുവരെ നീ ഒന്ന് ക്ഷമിക്കാനും പറഞ്ഞു. അതും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറും കേട്ടോ. അപ്പോൾ ബാലൻ അന്ന് ഗോപുരത്തിനോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അലീന
ബാലനോട് പറയുകയും ചെയ്തു. അപ്പോൾ അലീന വന്നിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അച്ഛാ, നിനക്ക് ഇവിടുന്ന് പോകാൻ എന്താ തിടുക്കം, അത്രയ്ക്ക് മടുത്തോ ഈ വീട്ടിലുള്ളവരും ഒക്കെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു ബാലൻ. അന്നേരം ഞാൻ അങ്ങനെ നാളെ എന്നും പറഞ്ഞ് നിന്നാൽ മതിയോ, വാക്കിനൊരു വില വേണ്ടേ, നീ പോയിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനാ? അപ്പം മേഡം തിരിച്ചു വരുമല്ലോ. അയ്യോ മാഡം തിരിച്ചു വന്നിട്ട് ഇവിടെ ഓലത്തു. അച്ഛൻ എന്തിനാ ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ മേഡം ഇവിടെ തിരിച്ചു വന്നിട്ട് പാലും തേനും ഒഴുക്കാൻ പോവുകയാണെന്ന്. ഒരു പുല്ല് സംഭവിക്കാൻ പോകുന്നില്ല. മേഡം ഇവിടെ നിന്ന് മൂക്കൊണ്ട് ഇണ്ണാൻ വരയ്ക്കും, അത്ര തന്നെ. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് തൻ്റെ പത്രം എടുത്ത് പിന്നെ വായന തുടർന്നു. എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ നിൽക്കുക. അലീന ഇറങ്ങിപ്പോയി. അലീന പോയി കഴിഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ഭയങ്കര ഇതിലിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ രാവിലെ ലാലിച്ചൻ്റെ പണിക്കാർ വണ്ടി തുടയ്ക്കുന്നു, വൃത്തിയാക്കുന്നു, അങ്ങനത്തെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നുള്ളൂ. അതും ദൂരയാത്ര വല്ലതും ഉണ്ടെങ്കിലല്ലേ ഈ വണ്ടി ഇങ്ങനെ തുടയ്ക്കാറുള്ളൂ. ഇതെങ്ങോട്ടാണോ ഇപ്പോൾ ഈ പോക്ക്? വല്ലതും പറഞ്ഞോ ആൻ്റെപ്പേട്ട? എങ്ങോട്ടാ, എങ്ങനെയാ, അങ്ങനെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോയി ചോദിക്കുന്നതേ അത്ര സുഖിക്കത്തില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാനിട്ട് ചോദിച്ചതുമില്ല. വെറുതെ എന്തിനാ, ഞാൻ വായിലിരിക്കുന്നതൊക്കെ ആയിരുന്നു വാങ്ങിക്കാൻ പോണത്. അപ്പം അതെന്തായാലും നന്നായി പറഞ്ഞത്. എന്നാലും എങ്ങോട്ടാണാവോ പോകുന്നത്? അങ്ങനത്തെ അവർ ഈ വണ്ടി തുടച്ചും വൃത്തിയാക്കിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ സമയം വണ്ടി കഴുകി വൃത്തിയാക്കി പോർച്ചിൽ കൊണ്ടുവന്ന് കാര്യസ്ഥനിട്ട് പിടിച്ചു. അന്ന് ആ പാലാക്കാരുടെ ഇവിടുന്ന് പോയ പിന്നെ ആകെപ്പാടെ ഒരു വശപ്പശക്ക് മണക്കുന്നുണ്ട് അല്ലേ പോലീസേ? അപ്പം അത് ചേട്ടൻ പറഞ്ഞത് ശരിയാ. ആൻ്റെപ്പേട്ടൻ പറഞ്ഞതുപോലെ എന്തോ വശപ്പശകുണ്ട്. എന്തായാലും കണ്ടറിയാം നമുക്ക് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോഴേക്കും അദ്ദേഹം ഇറങ്ങി വരുന്നു. മുണ്ടൊക്കെ അഴിച്ചിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള യാത്രയ്ക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോഴത്തേക്കും കീയും കൊണ്ട് കൊടുത്തു. അപ്പോൾ കീ എടുത്ത് കൊടുത്തു. അപ്പോൾ ആൻ്റപ്പൻ എന്നും പറഞ്ഞൊരു വിളി. പെട്ടെന്ന് വെപ്രാളം കയറി ഇവർക്ക് ആകെ വല്ലാത്തൊരു ഇത്. അങ്ങനെ അദ്ദേഹം വണ്ടിയിലേക്ക് കയറുന്നു. എടുത്തു വെച്ചതെല്ലാം ഒരു വണ്ടിയിലേക്ക് വെച്ചു. ഇദ്ദേഹം വണ്ടിയിൽ കയറി കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം അങ്ങനെ ഭയങ്കര കലിപ്പിലങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക. ഇത് എവിടെ പോയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേട്ടൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴേക്കും അലീന ചായ ആയിട്ട് വന്നു. നീയായിരുന്നോ? ഞാനിപ്പോൾ താഴേക്ക് വരാൻ ഒരുങ്ങുമായിരുന്നല്ലോ, നീ എന്തിനാ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നേ? സാരമില്ല, ഇതൊരു എക്സസൈസ് ആയിട്ട് ഞാനങ്ങ് കൂട്ടിക്കൊള്ളാമെന്ന് അലീന ബാലേട്ടനോട് പറയുന്നു. അച്ഛൻ കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ എന്ന് ചോദിച്ചപ്പം അത്രേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ തന്നെ താഴേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. രോഹി അവിടെ വെയിറ്റിംഗ് ആട്ടോ. ഇന്നും അവൻ എൻ്റെ കൂടെയാണോ വരുന്നത്? അവൻ്റെ ബൈക്ക് ഇതുവരെ ശരിയാക്കി കിട്ടിയില്ലേ? ഇല്ലെന്നേ, 2 ദിവസം കൂടി എടുക്കുമെന്ന് അലീന പറയണു. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ബാലൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന പോകുമ്പം ചായ കുടിക്കാൻ മറക്കരുത്. ഞാൻ കുടിച്ചോളാവേ എന്നും പറഞ്ഞ് ഇങ്ങനെ അലീനയെ പറഞ്ഞു വിടാനായിട്ട് വെപ്രാളം കൂട്ടുക. ആ സമയത്ത് ബാലേട്ടൻ ഫോൺ എടുത്തു. ഹലോ ബാലേന്ദ്രൻ ഹിയർ. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ദിസ് ഇസ് സ്റ്റാലി ജോസഫ്. പറഞ്ഞോളാൻ പറഞ്ഞു. എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഫ്രീ നൗ? സംസാരിക്കുന്നതിന് അസൗകര്യം മറ്റും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഫ്രീ ആണ്, പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് ബാലചന്ദ്രനെ ഒന്ന് നേരിട്ട് കാണണമെന്നും ബുദ്ധിമുട്ടാവുമെന്നും ചോദിക്കുമ്പോൾ എനിക്കൊരു അസൗകര്യമില്ല, എപ്പോഴാണ് ഇദ്ദേഹം വരുന്നതെന്ന് ചോദിച്ചു. ഐ എം ഓൺ ദ വേ, ഒരു ½ ഞാൻ പാലായിൽ എത്തുമെന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു പറയേണ്ടതായിരുന്നെന്നും ഫോർ ദാറ്റ് ഐ എം സോറി. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക നമ്മുടെ ബാലേട്ടനെ. ഇയാൾ വല്ലതും പെട്ടെന്നായിപ്പോലും. അപ്പോൾ ഞാനൊരു മുന്നറിയിപ്പോട് കൂടിയല്ലല്ലോ താങ്കളെ കാണാൻ വന്നത്. അങ്ങനെ ഒരു ഔപചാരികതയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടലുകൾക്ക് ഔപചാരികതയുടെ ഒരു മേമ്പൊടി ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നും പറയും. ദാറ്റ്സ് ഗുഡ് ബാലേന്ദ്രൻ. പിന്നെ എൻ്റെ കടയിലേക്കാണോ അതോ വേറെ എവിടെയെങ്കിലും വെച്ചാണോ മീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഞാൻ അവിടെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, താങ്കൾ എത്തിയിട്ട് ഇൻഫോം ചെയ്യുക, ഞാനപ്പോൾ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോണും കട്ട് ചെയ്തു. അപ്പോൾ ബാലേട്ടന് ഭയങ്കര പ്രതീക്ഷ. അതുപോലെ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് തന്നെ ഇങ്ങനെ തലയൊക്കെ ആട്ടിക്കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര ഗൗരവഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി പോകുക കേട്ടോ. സ്റ്റാലി ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് എടുത്ത ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തു. ഹോട്ടലിൽ വന്നു, റൂം എടുത്ത കാര്യങ്ങളെല്ലാം റെഡിയാക്കുകയാണ്.
ആ സമയം നമ്മുടെ ബാലൻ പോകാനായിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ രോഹി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ രോഹി പോയെന്നോ. അപ്പോൾ അവൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്നല്ലേ നീ പറഞ്ഞേ? അത് പിന്നെ പെട്ടെന്ന് ആരോ വന്നു, അവൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അച്ഛൻ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോഴാ ഫ്രണ്ട് വിളിച്ചേ, അപ്പം തന്നെ ചാടിപ്പോയെന്ന് പറഞ്ഞു. ശരിയെന്നാൽ ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു ബാലേട്ടനെ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പിറകിൽ നിന്ന് വിളിച്ചു, അച്ഛാ. എന്താ? അല്ല അച്ഛൻ ഓക്കെ ആണോ? അച്ഛൻ എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. എന്താടി നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഓക്കെ ആണല്ലോ, നോ ടെൻഷൻ. നോ ടെൻഷൻ ആയിരുന്നു ഞാൻ ചായ തന്നിട്ട് പോരുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് എന്തോ അച്ഛന് പറ്റി? കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അച്ഛനൊന്നും മിണ്ടിയില്ലല്ലോ. അത് ഞാൻ കടയിൽ എന്തോ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ആയിരിക്കും. അച്ഛൻ അങ്ങനെ കടയിലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ആളല്ലല്ലോ എന്ന് അലീന പറയുമ്പോൾ ബാലൻ നിന്ന് ഇങ്ങനെ ചിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി എടി, നിനക്കിത് വിശ്വാസം ആയില്ലല്ലേ? അപ്പം ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഇനിയും ലേറ്റ് ആയാലേ ശരിയാവത്തില്ല. നിന്നെ വിശ്വസിപ്പിക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു ഇവിടെ ബാലേട്ടൻ ധൃതിപ്പെട്ട് ഇറങ്ങുക. അങ്ങനെ ബാലേട്ടൻ അങ്ങ് പോയി. ഈ സമയത്ത് ബാലേട്ടനും സ്റ്റാൻലിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ഹോട്ടലും അതിൻ്റെ പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഹോട്ടൽ അറിയാം, എൻ്റെ സുഹൃത്തിൻ്റേതാണെന്ന് ബാലേട്ടൻ പറയാം. അപ്പോൾ റൂം നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ റൂം നമ്പറും പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മുടെ ബാലൻ ഫോണിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ബാലന് ഭയങ്കര ടെൻഷൻ. അലീന പിന്നെ ഇറങ്ങി വന്നിട്ട് എന്തു പറ്റി അച്ഛാ, അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനെന്തോ മറന്നതുപോലെ. അപ്പോൾ എന്താ അച്ഛാ, എന്താണെന്ന് അങ്ങോട്ടേ ഓർക്കുന്നില്ല. നീ എൻ്റെ റൂം ലോക്കാണെന്ന് നോക്കിയേ. അപ്പോൾ അതിനച്ഛൻ റൂം ലോക്ക് ചെയ്യാറില്ലല്ലോ എന്ന് അലീന. അതാ ഞാൻ പറഞ്ഞേ ഒന്ന് നോക്കാൻ. അത് ലോക്ക് ചെയ്തിട്ട് കീ എവിടെയോ വെച്ചു, ഒന്ന് നോക്കിക്കേ എന്ന് ബാലൻ പറയാം കേട്ടോ. ശരി അച്ഛാന്ന് പറഞ്ഞ അലീന മുകളിലോട്ട് കയറിപ്പോന്നു. അപ്പോൾ അലീന പോകുവാണ്, അല്ലെങ്കിൽ അലീനെ തേടി അയാൾ വന്നു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങിയതാണ്. ആ സമയത്ത് ബാലൻ വേഗം ഫോൺ എടുത്തു. അപ്പോൾ ഈ ഫോൺ അലീനയിൽ നിന്ന് ഒഴിവായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലൻ എന്നിട്ട് അലീനെ കയറ്റിവിട്ടിട്ട് ഡോർ അടച്ചു. എന്നിട്ട് വേഗം നമ്മുടെ ഗോവർദ്ധനെ വിളിച്ചു. താൻ ഇറങ്ങിയോന്ന് ചോദിച്ചു. ഇപ്പം ഇറങ്ങും ബാലേട്ടാ, ഒരു 10 മിനിറ്റ്. അപ്പോൾ വേഗം ഇറങ്ങണം കേട്ടോ, ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങാം. ശരി പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധൻ പെട്ടെന്ന് ചിടപടയെന്ന് റെഡി ആവുക. ആ സമയം കൊണ്ട് ബാലേട്ടൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് അലീന അവിടെ നിന്ന് ഈ അച്ഛനിത് എന്തു പറ്റി? അലീന ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങ് പോയി കേട്ടോ. എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണ്യാണ്. ശരണ്യ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനയുടെ കോള് വന്നു. അപ്പോൾ അലീന ചേച്ചി എന്നും പറഞ്ഞു ഭയങ്കര സ്നേഹം. ഹലോ കള്ളിപ്പെണ്ണേ. അപ്പോൾ എന്തോ എന്ന് ശരണ്യ. നീ എന്തെടുക്കുക പൂച്ചക്കുഞ്ഞേ? അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. നീ പഠിക്കുമായിരുന്നു എന്ന് അലീന ചോദിച്ചു. ഞാൻ വിളിച്ചു ശല്യപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പോ ചേച്ചി അവിടുന്ന്, എനിക്ക് നാണം വരുന്നു എന്ന് നമ്മുടെ ശരണ്യക്കുട്ടി അമ്മ ഇവിടെ നോക്കി നിൽക്കുക. അപ്പോൾ അമ്മ കാണട്ടെ ഞാൻ ഈ കള്ളിപ്പെണ്ണിനെ എങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്നതെന്ന് അമ്മയൊന്നും അറിയട്ടെ. വലിയ വർത്താനൊന്നും പറയണ്ട കേട്ടോ. എത്ര ദിവസമായി എന്നെ ഒന്ന് വിളിച്ചിട്ട്? അപ്പോൾ എത്ര ദിവസമായിടി പറ, എത്ര ദിവസമായി ഞാൻ വിളിച്ചിട്ട്? ഇന്നലെ വിളിച്ചോ? ഇല്ല മിനിങ്ങാന്ന് വിളിച്ചോ? എന്നിട്ടാ എന്നും പറഞ്ഞ് ശരണ്യ ഇങ്ങനെ കൊതി കുത്തുമ്പോഴേക്കും എടി മിനിങ്ങേ മഞ്ഞത്തുമ്പി ഇരട്ടക്കണ്ണി ഒറ്റ തലച്ചി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ എടി പോകുന്നത്, ഞങ്ങളൊരു യാത്ര പോവുകയാണെന്ന് ഇല്ലേ? 2 ദിവസം ബിസി ആയിരിക്കും, തിരിച്ചു വന്നിട്ടേ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? എന്നിട്ട് നീ ഇപ്പം എന്നോട് പരാതി പറയാ? ഇപ്പം എത്ര ദിവസമായിന്ന് പറ. എന്നാ തിരിച്ചു വന്നേ? ഇന്നലെയാണോ തിരിച്ചു വന്നേ? അല്ലല്ലോ, മിനിങ്ങെന്നാണോ? അതിനു മുന്നേ തിരിച്ചു വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ ഇവിടുന്ന് നീ സ്പൈ വർക്കിന് ആരെയും വെച്ചിട്ടുണ്ടല്ലേ? അപ്പം മൈൻഡ് റീഡിംഗ് എന്ന് പറയൂ ഇതിന്. ചേച്ചിയുടെ മനസ്സ് എനിക്ക് വായിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയുമ്പം പിന്നെ ഭയങ്കരം തന്നെ സമ്മതിച്ചിരിക്കുന്നു നിന്നെ. നിൻ്റെ എക്സാമൊക്കെ തുടങ്ങിയോടി? അപ്പം നാളെ തുടങ്ങുമെന്ന് ശരണ്യ. നല്ലതുപോലെ പഠിച്ചോ നീ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഹാപ്പിയാണോ നീ? അതെ, ചേച്ചി ഹാപ്പിയാണോ? ഞാനും ഹാപ്പിയാ. എന്നോട് ഇഷ്ടമല്ലേ? അപ്പോൾ അതെയല്ലോ, പിന്നെന്തോ? അപ്പോൾ ഒത്തിരി ഇഷ്ടമല്ലേ? അതേടി, നീ എൻ്റെ പൂച്ച കുഞ്ഞല്ലേ എന്നൊക്കെ അലീന ഇങ്ങനെ ശരണ്യോട് ചോദിക്കുമ്പോൾ ശരണ്യക്ക് ഭയങ്കര സന്തോഷം. ചേച്ചി വിളിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും. അപ്പോൾ അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്കറിയാം നിനക്ക് സങ്കടമാകുമെന്ന്. ചേച്ചി ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ചോ? പോണം. അപ്പം വേണ്ടെന്നേ, പോണ്ടെന്നേ. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം വരുവാ.
ദേ നോക്ക്, സാരമില്ലടി മോളെ, എവിടെ പോയാലും ഞാൻ നിന്നെ കാണാൻ വരുമെന്ന് അലീന പറയും. അപ്പം നാളെ വരും എന്നെ ഒന്ന് കാണാൻ. അയ്യോടി, നാളെ വരാൻ പറ്റത്തില്ലെന്നേ, പിള്ളേർക്കൊക്കെ എക്സാം തുടങ്ങുക. ഞാൻ ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു അലീന. അപ്പോൾ വരണേ, ഉറപ്പായിട്ടും വരണേ. ആ വരാന്നേ, ഉറപ്പായിട്ടും വരാം. അമ്മ അവിടെ നിൽക്കുന്നുണ്ടോ? ആ ഉണ്ട്, അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു അലീന. അപ്പം എന്നോട് പറഞ്ഞു തീർന്നോ? ഷെടാ, ഓ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം നീ കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അലീന പറഞ്ഞപ്പോഴേക്കും ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഹലോ മോളെ. അതെ അമ്മേ, അവൾ ഹാപ്പി അല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതേന്നേ, അവൾ കഴിക്കുന്നൊക്കെ ഉണ്ടോ? കുറവാ, എന്നാലും കഴിക്കുന്നൊക്കെ ഉണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ അമ്മേ, അവളുടെ കൂടെ തന്നെ നിൽക്കണം അമ്മ. അങ്ങനെ അലീന ഇതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.